ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതാരോഗ്യം ധനവുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. ധനം സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ നമുക്ക് സൗകര്യങ്ങൾ വരുന്ന ഇടം, ആ ഇടത്തെയാണ് നമ്മളിവിടെ സ്ഥാനം എന്ന് പറഞ്ഞത്. പലപ്പോഴും നാം നിൽക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് നമുക്ക് ഫെസിലിറ്റീസ് കൂടി കിട്ടാറുണ്ട്. ഉടമസ്ഥത വേണമെന്നൊന്നുമില്ല. ജീവിതം സൗഖ്യമായി പോകണമെന്നുണ്ടെങ്കിൽ ആ ഇടത്തിരുന്നാൽ മതി. പരിചാരകനാണെങ്കിലും ധനികന്റെ വീട്ടിലാണെങ്കിലും അവന് ജീവിതം സുഗമമായി കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ ഇതിനെ പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: സെർവൻസ് ഓഫ് ദി റിച്ച് ഹോൾഡ് മോർ വെൽത്ത് ദാൻ എ സോവറൻ ഫാർമർ. ധനികന്റെ മാളികയിലെങ്കിൽ ശക്തിയും ശൗര്യവും ദാസന് തന്നെ. ഈ ഒരു ആശയം, ധനികന്റെ മാളികയിൽ നിൽക്കുന്ന ഒരു പരിചാരകന് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ വെയിറ്ററുടെ വേഷമായിരിക്കും. തലപ്പാവും പ്രത്യേക കോട്ടും, അതും ശുഭ്രവസ്ത്രം തന്നെ, അത്തരത്തിലുള്ള കോട്ടും പിന്നെ സ്വർണം പിടിപ്പിച്ച കുടുക്കുകളുമൊക്കെ ആയിട്ട് ഗംഭീര രൂപമായിരിക്കും. അയാളുടെ പെരുമാറ്റത്തിന് തന്നെ അതിസാംസ്കാരികതയുടെ ബിംബങ്ങൾ നമുക്ക് കാണാനാകും. അയാളുടെ വാചകങ്ങളിൽ, നടത്തത്തില്, പെരുമാറ്റത്തില്, ഇടപെടലിലൊക്കെ ഈ ഉയർന്ന സംസ്കാരത്തിൽപ്പെട്ടവരുടെ എല്ലാ കാര്യങ്ങളും കാണാൻ. അയാൾ കഴിക്കുന്നത് മിക്കപ്പോഴും ഈ അതിസമ്പന്നൻ കഴിച്ചത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ നിലവാരത്തിലുള്ളതായിരിക്കും. അയാൾക്കുള്ള വേതനവും അതുപോലെ തന്നെയായിരിക്കും. ഇത് ഒരു തലപ്പാവിട്ട പരിചാരകന്റെ കാര്യമാണ്. വേറെ പരിചാരകരുണ്ട്, ഞാൻ അവരെ പരിചയപ്പെടുത്താം. അപ്പോ ഈ തലപ്പാവിട്ട പരിചാരകർ ഒരു കോട്ടയുടെ മുമ്പിൽ നിൽക്കുന്നു എന്നിരിക്കട്ടെ. അവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്ന ഒരു കർഷകന്റെ വില എന്തായിരിക്കും? കർഷകന് അവൻ പണിയെടുത്ത്, അവന്റെ മണ്ണിൽ പണിയെടുത്ത് അവനുണ്ടാക്കിയ സാധനങ്ങൾക്ക് ആർക്കോ കപ്പം കൊടുക്കണം. കപ്പം കൊടുക്കാനായിട്ട് ഒരു കോട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പരിചാരകന്മാരായിരിക്കും ഈ കപ്പം വാങ്ങിക്കുന്നവന് വേണ്ടി നിലകൊള്ളുക. അവിടെ കർഷകൻ, ആത്മാഭിമാനമുള്ള കർഷകൻ, അവനൊന്നും ആയിരിക്കില്ല. അവൻ കപ്പം കൊടുക്കാൻ വിധിക്കപ്പെട്ടവനാണ്, മണ്ണിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അവൻ പതിതനാണ്, താഴേക്കിടയിലുള്ളവനാണ്. അതേസമയം തലപ്പാവിട്ട പരിചാരകൻ സ്വർണ ബട്ടണുകളുമായിട്ട് ഈ അധിപന് ബുദ്ധിമുട്ടുണ്ടാകാത്ത പരിമളമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് കർഷകന്റെ വിയർപ്പത്ര സുഖിക്കണമെന്നൊന്നും. ആ പരിചാരകന് ആ നിലവാരം തുടർന്നു കൊണ്ടുപോകാൻ പാകത്തിലുള്ള വേതനവും ഗാർഹിക പശ്ചാത്തലവുമെല്ലാം തന്നെ ഈ അധിപൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അവരുടെ മുന്നിൽ കർഷകന് തീരെ വിലയില്ല. ഇപ്പോ ആധുനിക കാലത്ത് നമ്മൾ ഈ അധിപനെ പരമമായിട്ടുള്ള നിയന്ത്രകൻ, പരമാധികാരി എന്നൊക്കെ വിളിക്കും, സർക്കാർ എന്ന് വിളിക്കും. പരിചാരകനെ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നും വിളിക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ സർക്കാർ ജോലി മാത്രമല്ല, ഉപഭോഗ സംസ്കാരത്തിന്റെ പ്രകൃതിയെ യാന്ത്രികമായി ചൂഷണം ചെയ്ത് അതിന്റെ വിപണനത്തിലൂടെ പണം കണ്ടെത്തുന്ന, ധനം കണ്ടെത്തുന്ന, അതാണ് ധനമെന്ന് ഉള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംവിധാനം ഉപഭോഗ സംസ്കാരം. ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ പരിചാരകരായ മുഴുവൻ ആളുകളെയും ചേർത്താണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്നും മാത്രം അല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഉപഭോഗ സംസ്കാരത്തിന്റെ മുഴുവൻ വക്താക്കളും ഇതിന്റെ ഭാഗമാണ്. അപ്പോ ധനികന്റെ മാളിക, ധനികന്റെ പരിചാരകൻ എന്ന് പറയുമ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത്
കർഷകൻ ചൂഷണം ചെയ്യുന്നില്ലേ? ഉണ്ട്. പക്ഷെ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും ആ ചൂഷണത്തിന്റെ വിപണനത്തിലൂടെ അത് വിപണനം ചെയ്തുകൊണ്ട് ജീവിക്കുക, അതിന്റെ ധനം കൊണ്ട് മറ്റു വസ്തുക്കൾ വാങ്ങിച്ചുപയോഗിച്ച് ജീവിക്കുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടാണ്. ഈ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർഷകൻ പ്രകൃതിയിൽ നിന്നും ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് ബാക്കിയുള്ളത് ഉൽപ്പാദിപ്പിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ കർഷകരും അതേ ഇടത്ത് തന്നെ ചെന്ന് ചേരും. ഈ അവസ്ഥ കൂടെ ചേർത്ത് വായിക്കണം. ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു കർഷകനേക്കാളും എന്തുകൊണ്ടും വില ഒരു പരിചാരകന് ഉണ്ടായിരിക്കും. അവൻ ആ നിലവാരം തുടർന്നു കൊണ്ടുപോകാൻ പാകത്തിലുള്ള വേതനം, സൗകര്യങ്ങൾ ഒക്കെ ഈ അധിപന്മാർ കൊടുക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ഒഴുക്കുണ്ടെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുകയല്ല വേണ്ടത്, ഒഴുക്കിനൊത്തു നീന്തുകയാണ്. അവിടെയാണ് നമുക്ക് ജീവിതം സുഗമമാകും. അപ്പോൾ ജീവിതം സുഗമമാകണമെങ്കിൽ ഈ പരിചാരകന്മാരുടെ കൂട്ടത്തിൽ കൂടിയാൽ മാത്രമേ സാധ്യമാകൂ എന്ന് പ്രായോഗികമായി വിജയിച്ചവർക്കറിയാം. അതുകൊണ്ടാണ് കുട്ടികൾ പഠിച്ചു വരുന്ന സമയത്ത് പഠിച്ച് ഒരു ജോലി വാങ്ങണം, സർക്കാർ ഉദ്യോഗം വാങ്ങണം എന്നൊക്കെ പറയുന്നത്. എല്ലാ ഒഴുക്കിന്റെയും കൂടെ നിങ്ങളും ഒഴുകിയാൽ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനാകും എന്നുള്ളതാണ് കാര്യം. ഒഴുക്കിനൊത്തു പോകാൻ നമുക്ക് കഴിയും. എത്ര വരെ? ഒഴുക്കുള്ളത് വരെ. ഒഴുക്ക് ആരോഗ്യത്തോടെ നിലനിൽക്കുന്നത് വരെ. ഒഴുക്ക് കഴിഞ്ഞാലോ, ഒഴുക്ക് നിൽക്കാനുള്ള സാധ്യത വരുമ്പോഴോ, ഒഴുക്കേ ഒരു 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 സ്വപ്നാടനമാണ് എന്ന് മനസ്സിലാക്കിയാലോ, അപ്പോ വിയർപ്പിന്റെ ഗന്ധവും മണ്ണും ഒക്കെ ചേർന്ന കർഷകന്റെ ആത്മാഭിമാനമുള്ള ജീവിതം തന്നെയായിരിക്കും നല്ലത്. സ്വാശ്രയത്വമുള്ളിടത്തായിരിക്കും അവിടെ തുടർന്നുള്ള ജീവിതം ഉണ്ടാവും. എന്നാൽ വർത്തമാന ജീവിതത്തിൽ ഏറ്റവും സൗഖ്യം ഒഴുക്കിനൊത്തു നീന്തുക എന്നുള്ളതാണ്. ആ ഒഴുക്കിനൊത്തു നീന്താൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുവോ അതിനനുസരിച്ച് വർത്തമാനകാലത്തിൽ നമുക്ക് സൗഖ്യമുണ്ടാകും. പ്രതിരോധിക്കും തോറും നമുക്ക് ബുദ്ധിമുട്ടുമുണ്ടാകും. കർഷകൻ പ്രതിരോധിക്കുകയല്ല, അവൻ പ്രകൃതിയുടെ ഒഴുക്കിനത്താണ് നീങ്ങുന്നത്. എല്ലാവർക്കും നിദാനമായിട്ടുള്ള, എല്ലാവർക്കും അടിസ്ഥാനമായിട്ടുള്ളത് പ്രകൃതിയുടെ ഒഴുക്കാണ്. ആ പ്രകൃതിയുടെ ഒഴുക്കിനൊത്തു നീന്തിയാൽ മാത്രമേ, അതിനനുസരിച്ച് നീങ്ങിയാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അവിടെയാണ് കർഷകൻ നിലനിൽക്കുന്നത്, കർഷകന്റെ ചിന്തയും സംസ്കാരവും ചേർന്നിണങ്ങി നിൽക്കുന്നത്. ഇതിൽ ഏതു വേണമെന്നുള്ളതാണ് നമുക്കിടയിലെ വിഷയം. ജീവിതാരോഗ്യത്തില് വർത്തമാനകാല സൗഖ്യമാണ് നമുക്ക് ആവശ്യമെങ്കിൽ പരിചാരകരാവുക, വലിയിടത്തെ പരിചാരകരാവുക. അല്ലെങ്കിലോ ആത്മാഭിമാനമുള്ള കർഷകരാകുക, അല്ലെങ്കിൽ ഭൂമിയുടെ പരിചാരകരാകുക. സുസ്ഥിരത വേണോ, താൽക്കാലികമായിട്ടുള്ള സൗഖ്യം വേണോ എന്നുള്ളത് ജീവിതാരോഗ്യത്തിൽ ഒരു ആഴത്തിലുള്ള ചർച്ച തന്നെയാണ്. നിങ്ങളും സുസ്ഥിര ജൈവ സമൂഹത്തിലെ ഓരോരുത്തരും ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതിന് ഒരു ചിന്തനം ആവശ്യമാണ്. ആ ചിന്ത നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.